യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹാകാലം എന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 52 മുതൽ 59 വരെയുള്ള വാക്യങ്ങളാണ്. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണെന്ന് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. ഈ പഠനം ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ അവൻ്റെ ചുറ്റുമുണ്ടായിരുന്ന യഹൂദർ വളരെയധികം സംശയത്തോടെ ഒത്തിരിയധികം ചോദ്യങ്ങൾ അവനോട് ചോദിക്കുകയാണ്. അവർക്ക് ഇത് ഉൾക്കൊള്ളാനും വിശ്വസിക്കുവാനും കഴിയുന്നില്ല. എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ശരീരം ഭക്ഷിക്കാൻ കഴിയുക? ഇത് ചരിത്രത്തിൽ തന്നെ ഒത്തിരിയധികം പീഡനങ്ങൾക്ക് വഴിതെളിച്ച ഒരു കാര്യം കൂടിയാണ്. കാരണം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ആദിമ ക്രൈസ്തവർ ഈ തിരുശരീര രക്തങ്ങളുടെ കൂദാശ സ്വീകരിച്ചിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റു ജനത പറഞ്ഞിരുന്നത് ഇവർ ഈ മനുഷ്യ ശരീരം ഭക്ഷിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരിയധികം പീഡനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നിട്ടും തിരുസഭ ഇത്രയും കൊല്ലം ഏറ്റവും വിശുദ്ധിയോടും ഏറ്റവും പരിഭാവനയോടും കണ്ട ഒരു കൂദാശയാണ് തിരുശരീര രക്തങ്ങളുടെ കൂദാശ. അത് തന്നെ എന്തുകൊണ്ടാണ് അവർ ഇത്രയേറെ ബുദ്ധിമുട്ടുകൾക്കിടയിലും പീഡനങ്ങൾക്കിടയിലും ആ തിരുശരീര രക്തങ്ങളുടെ കൂദാശയെ മുറുകെ പിടിച്ചു എന്ന് ചോദിച്ചാൽ യേശുനാഥൻ പറഞ്ഞ ഈ ഒരു പ്രസ്താവനയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവനിൽ ഞാൻ വസിക്കും, എൻ്റെ പിതാവും ഞാനും അവനിൽ വസിക്കും. അതായത് ത്രിത്വക ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ജീവിതത്തിൽ അറിയുന്നത് ഈ തിരുശരീര രക്തങ്ങളുടെ കൂദാശകൾ സ്വീകരിക്കുമ്പോഴാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവസ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണത ഈ കൂദാശയിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്തിലെ ഏറ്റവും നന്മയായതും സന്തോഷമായതും ദൈവം മനുഷ്യനെ തന്നിട്ടുണ്ട്. നമുക്കറിയാം, എല്ലാ സൃഷ്ടികൾക്ക് ശേഷമാണ് അവിടെ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അവന് വേണ്ടതെല്ലാം ദൈവം നൽകി. എന്നിട്ട് അവനെ സൃഷ്ടിക്കുന്നതോ പിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പുത്രൻ്റെ ഛായയിലാണ്. അങ്ങനെ പുത്രൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവൻ ഇപ്പോൾ അവിടെ നൽകുന്നത് പുത്രൻ്റെ തിരുശരീര രക്തങ്ങളാണ്. ഇത് പുത്രൻ തന്നെ മനുഷ്യന് വെച്ച് വിളമ്പുന്നതാണ്. എന്തിനാണ്? തിരുശരീര രക്തങ്ങൾ നൽകിക്കൊണ്ട് ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വാസസ്ഥലമായി നാം ഓരോരുത്തരും മാറണം. അങ്ങനെ ദൈവത്തെ പേറുന്ന മനുഷ്യരായി മാറണമെന്നാണ്. നമ്മൾ എന്ത് ഭക്ഷിക്കുന്നുവോ അതായി മാറുമെന്നാണ്. അങ്ങനെ ദൈവത്തെ ഭക്ഷിച്ച് ദൈവമായി മാറാൻ, ദൈവത്തെ പോലെ ആകാനുള്ള ഒരു വിളിയാണ്. ഇത് പണ്ട് ആദിമാതാപിതാക്കന്മാർക്ക് പറ്റിയ ഒരു തെറ്റിനെ കൂടെ നമുക്ക് സൂചനയായി നൽകുന്നുണ്ട്. കാരണം അവരുടെ തെറ്റ് സംഭവിക്കുന്നതന്നെ ദൈവത്തെ പോലെ ആകാനുള്ള ഒരു ചിന്തയിൽ നിന്നാണ്. പക്ഷെ ആ ചിന്തയ്ക്ക് അവർ കൂട്ടുപിടിച്ചത് പിശാചിനെയാണ്. എന്നാൽ ഇന്ന് ദൈവമാകാനുള്ള ഈ ചിന്തയ്ക്ക് ദൈവം തന്നെ നമുക്ക് കൂട്ടുവരികയാണ്. ക്രിസ്തുവിനെ ഭക്ഷിച്ച് ക്രിസ്തുവായി തീരണം. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീരണം. ഇത് ദൈവം നമ്മളോട് കാണിക്കുന്ന അബദ്ധമായ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്. അപ്പോൾ യേശുനാഥനെ നമ്മൾ വിശ്വാസത്തോടെ സ്വീകരിക്കാനുള്ള ഒരു വിളിയാണ് ഇന്നത്തെ സുവിശേഷം നൽകുന്നത്. കാരണം അവനെ വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നാം അവനെ വഹിക്കുന്നവരും അവനുമായി തീരുകയുള്ളൂ. അപ്പോൾ ഈ തിരുവചനം ധ്യാനിക്കും യേശുനാഥൻ പറഞ്ഞതുപോലെ അവനെ ഭക്ഷിച്ച് അവനായി തീരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.